PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ദിവസം 4 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്ക്, ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദെൻ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച നമ്മൾ 3ഉം കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. അതും നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. ചോദ്യോത്തരം എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകാതെ വിത്ത് എക്സ്പ്ലനേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്. അതും ലൈവാണ്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 2 റെക്കോർഡഡ് ക്ലാസ്സും, അങ്ങനെ 4 ക്ലാസ്സുകളാണ് ഒരു ദിവസം നൽകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. എപ്പോഴും പറയുന്നത് പോലെ നോട്ട് തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ നൽകുന്നത് കൂടാതെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുടെ PDF നമ്മൾ ടെലിഗ്രാം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ആദ്യം മുതൽ, അതായത് ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞ ഒരു ഓർഡറിൽ ഓരോ ദിവസവും പഠിക്കേണ്ട ക്ലാസ്സുകൾ, ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ടെലിഗ്രാമിൽ കയറിയിട്ട് ആദ്യം മുതൽ ഫോളോ ചെയ്ത് വരാം കേട്ടോ. തുടക്കം മുതൽ കണ്ട് നോട്ട് തയ്യാറാക്കിയിട്ട് പഠിച്ചു വരിക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മളിപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിച്ചു, ധനകാര്യ കമ്മീഷൻ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ UPSC കുറിച്ചും സ്റ്റേറ്റ് PSC കുറിച്ചുമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. സോ നോട്ടും പെന്നും റെഡിയാക്കി വെച്ച് നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. UPSC അതുപോലെ PSC എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 14. ഭാഗം 14ലാണ് UPSC-യെക്കുറിച്ചും PSC-യെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 14ലാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു UPSC എന്ന് പറയുന്ന സ്ഥാപനം വേണം. അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയിട്ട് ആളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് PSC എന്ന് പറയുന്ന ഒരു സ്ഥാപനവും വേണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, അതായത് UPSC വേണം, സ്റ്റേറ്റ് PSC വേണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 315 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളിലാണ് PSC-യെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ. അപ്പോൾ PSC-യെക്കുറിച്ച്, UPSC-യെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എവിടം മുതൽ എവിടം വരെയാണ്? ഭാഗം 14ൽ 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളിൽ നമുക്ക് PSC-യെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിൽ 315ലാണ് എന്ത് പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ആളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് UPSC എന്ന് പറയുന്ന സ്ഥാപനവും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി PSC റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് PSC എന്ന് പറയുന്ന സ്ഥാപനവും വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315 എന്ന് പറയുന്നത്. ഇനി UPSC-യുടെയും PSC-യുടെയും ഫങ്ഷൻസ്, ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ 320 ആർട്ടിക്കിൾ 320ലാണ് UPSC-യുടെയും PSC-യുടെയും ഒക്കെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 320ലാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ 315ൽ UPSC-യെക്കുറിച്ചും സ്റ്റേറ്റ് PSC-യെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. അവയുടെ ധർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 320ലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി UPSC-യെക്കുറിച്ച് പറയുമ്പോൾ മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത് UPSC ആണ്. ഓക്കെ. മെറിറ്റ് സംവിധാനത്തിന്റെ, മെറിറ്റ് ആണ് കേട്ടോ, മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ, മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് UPSC ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ UPSC-യിലെ അംഗങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ UPSC-യിലെ അംഗങ്ങളെക്കുറിച്ച് ഭരണഘടനയിൽ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടില്ല. ഓക്കെ. UPSC-യുടെ കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്.
അപ്പോൾ യു പി എസ് സിയിലെ അംഗങ്ങളെ കുറിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ പ്രതിപാദിക്കുന്നില്ല. പക്ഷേ യു പി എസ് സിയിലെ അംഗങ്ങൾ എത്ര മുതൽ എത്ര വരെ ആകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 മുതൽ 11 വരെയുള്ള അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, യു പി എസ് സിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ കൃത്യമായി പരാമർശിച്ചിട്ടില്ല. പക്ഷേ എണ്ണം എന്ന് പറയുന്നത് 9 മുതൽ 11 വരെ ആകാം. ഈ എണ്ണം തീരുമാനിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ യു പി എസ് സിയിലെ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് യു പി എസ് സി ആണ്. യു പി എസ് സിയിലെ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. എത്ര വരെ ആകാം? 9 മുതൽ 11 വരെ ആകാം. കൃത്യമായിട്ടുള്ളൊരു പരാമർശം ഭരണഘടനയിൽ ഇല്ല. ഇനി ഈ യു പി എസ് സി അംഗങ്ങളെ എണ്ണം തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അംഗങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെ ആക്ടിംഗ് ചെയർമാൻ, അതായത് ചെയർമാൻ ഇല്ല എന്നുണ്ടെങ്കിൽ യു പി എസ് സിയിൽ ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? അതും രാഷ്ട്രപതി തന്നെയാണ്. ഓക്കെ, അപ്പൊ യു പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക്, അതുപോലെ തന്നെ ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി, അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് രാഷ്ട്രപതി. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കാലാവധി, യു പി എസ് സി അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് യു പി എസ് സി അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഇവരുടെ ശമ്പളം നൽകുന്നത്, യു പി എസ് സി അംഗങ്ങളുടെ ശമ്പളം നൽകുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് യു പി എസ് സി അംഗങ്ങളുടെ ശമ്പളം നൽകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്, യു പി എസ് സി ചെയർമാൻ കാലാവധിക്ക് ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനർനിയമനം എന്ന് പറയുന്നത് അതിന് യോഗ്യരല്ല, പുനർനിയമനത്തിന് യോഗ്യരല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. യു പി എസ് സി ചെയർമാനെ കാലാവധിക്കു ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരല്ല. അതുപോലെ തന്നെ കേന്ദ്രം, സംസ്ഥാനം ഏതെങ്കിലും അവരുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു തസ്തികയിൽ ജോലി ചെയ്യാനും ഇവരെ അനുവദിക്കുന്നതല്ല. അപ്പൊ പുനർനിയമനത്തിന് സാധ്യതയില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുന്നതിനും ഇവർക്ക് അനുവാദമില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ യു പി എസ് സി ചെയർമാൻ വീണ്ടും പുനർനിയമിക്കാൻ പറ്റില്ല, വേറെ സ്ഥാനങ്ങളിൽ ഒന്നും വഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. യു പി എസ് സിയിലെ അംഗങ്ങൾക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റത്തില്ല, പക്ഷെ അവർക്ക് എന്താവാം? യു പി എസ് സി അംഗങ്ങൾക്ക് ചെയർമാൻ ആവാം. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കണേ. യു പി എസ് സി ചെയർമാൻ ആണ് എന്നുണ്ടെങ്കിൽ ആൾക്ക് പുനർനിയമനം പാടില്ല, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കാനും പാടില്ല. പക്ഷെ യു പി എസ് സിയിലെ ബാക്കിയുള്ള അംഗങ്ങളുണ്ട്, അവർക്ക് എന്ത് ചെയ്യാം? പുനർനിയമനം പാടില്ല, പക്ഷെ ചെയർമാനായിട്ട് മാറാം. ഓക്കെ, പുനർനിയമനം പാടില്ല, പക്ഷെ ചെയർമാനായിട്ട് മാറാം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി യു പി എസ് സിയുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ചുമതലകൾ. ഓക്കെ, അപ്പൊ യു പി എസ് സിയുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോയിന്റ് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളെ സഹായിക്കുക. എന്താണ്? ജോയിന്റ് റിക്രൂട്ട്മെന്റ് കേട്ടോ. ജോയിന്റ് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് യു പി എസ് സിയുടെ ചുമതലയാണ്. അതുപോലെ തന്നെ സിവിൽ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് രീതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തങ്ങൾ യു പി എസ് സിക്കാണ്. സിവിൽ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് രീതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ആർക്കാണുള്ളത്? യു പി എസ് സിക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു സർവീസിൽ നിന്നും മറ്റൊരു സർവീസിലേക്ക് പ്രൊമോഷൻ, ട്രാൻസ്ഫർ ഇതൊക്കെ നടത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? അതും യു പി എസ് സി ആണ്. ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക്, ഒരു സർവീസിൽ നിന്നും മറ്റൊരു സർവീസിലേക്ക് പ്രൊമോഷൻ ഉണ്ടാവാം,
ട്രാൻസ്ഫർ ഉണ്ടാവാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് UPSC ആണ്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന് കീഴിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സേവന കാലത്ത് ഉണ്ടാവുന്ന പരിക്കുകൾക്ക് നൽകുന്ന, അല്ലെങ്കിൽ പരിക്കുകൾ ഉണ്ടാവുമ്പോൾ അവർക്ക് എന്താണ്, നഷ്ടപരിഹാരം നൽകണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്, പെൻഷൻ നൽകണം അല്ലെ. പരിക്കുകളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം, പെൻഷൻ ഇതെല്ലാം നൽകുക, ഇതെല്ലാം നൽകി പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇതൊക്കെ ആരുടെ ചുമതലയാണ്? UPSCയുടെ ചുമതലയാണ്. ഓക്കെ. അപ്പോൾ ഗവൺമെന്റിന് കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും പരിക്കുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാര തുക, അവർക്ക് വേണ്ടിയിട്ടുള്ള പെൻഷൻ, അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലെല്ലാം തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നത് ആരാണ്? അത് UPSC ആണ്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു ഉത്തരവാദിത്വമാണ് താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നത് ആരാ? UPSC ആണ് നടത്തുന്നത്. താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്. വിരമിച്ച ഉദ്യോഗസ്ഥരുടെ, റിട്ടയർഡ് ആയി പോയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സേവന വിപുലീകരണം, അതുപോലെ തന്നെ പുനർനിയമനം എന്നീ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും ആര് തന്നെയാണ്? UPSC തന്നെയാണ് കേട്ടോ. റിട്ടയർഡ് ആയിട്ടുള്ള, വിരമിച്ചു പോയിട്ടുള്ള ആളുകളുടെ സേവന വിപുലീകരണം, പുനർനിയമനം എന്നീ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും ആരാണ്? UPSC തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട UPSCയുടെ ചുമതലകൾ. ജോയിന്റ് റിക്രൂട്ട്മെന്റ് നടത്താൻ സംസ്ഥാനങ്ങളെ സഹായിക്കുക, സിവിൽ സർവീസ്, സിവിൽ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് രീതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, ഒരു സർവീസിൽ നിന്നും മറ്റൊരു സർവീസിലേക്ക് ഉണ്ടാവുന്ന പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യ ഗവൺമെന്റിന് കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം, പെൻഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം പരിഹരിക്കുക, താൽക്കാലിക നിയമനങ്ങൾ നടത്തുക, വിരമിച്ചുപോയ ഒരു ഉദ്യോഗസ്ഥന്റെ സേവന വിപുലീകരണം, പുനർനിയമനം എന്നിവ നടത്തുക. ഇതെല്ലാം UPSCയുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ UPSCയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഓരോ ആർട്ടിക്കിളും എന്താന്നുള്ളത് പറയണം. ആർട്ടിക്കിൾ 315 നമ്മൾ പറഞ്ഞു. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? യൂണിയന് വേണ്ടിയും സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും PSC വേണം. അതായത് UPSC, PSC എന്നിവ വേണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 315 യൂണിയന് വേണ്ടി UPSCയും സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന PSCയും വേണം എന്ന് പറയുന്നത് 315 ദെൻ 316 എന്താ പറയുന്നത്? 316 പറയുന്നത് PSCയിലുള്ള അംഗങ്ങളുടെ നിയമനവും അതുപോലെ തന്നെ ഉദ്യോഗ കാലാവധിയെ കുറിച്ച് പറയുന്നതാണ് 316. 317 പറയുന്നത്, ആർട്ടിക്കിൾ 317 പറയുന്നത് എന്തിനെ കുറിച്ചാ? കമ്മീഷനിലെ ഒരു അംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലുമാണ് ആർട്ടിക്കിൾ 317 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 318 പറയുന്നത് എന്താ? കമ്മീഷന്റെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും സേവന വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നു. അംഗങ്ങളുടെയും ചെയർമാൻമാരുടെയും എല്ലാം സേവന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 318. 319 പറയുന്നത് കമ്മീഷനിലെ അങ്ങനെയുള്ള അംഗങ്ങൾ അല്ലാതായി തീരുമ്പോൾ ഉദ്യോഗങ്ങൾ വഹിക്കുന്നതിനെ കുറിച്ചുള്ള നിരോധനം. അതായത് നമ്മൾ പറഞ്ഞു അവരുടെ കാലാവധി തീർന്നതിന് ശേഷം അല്ലെ, കാലാവധിക്കു ശേഷം അവരെ മറ്റ് ഉദ്യോഗങ്ങൾ വഹിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ് 319. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മറ്റുദ്യോഗങ്ങൾ വഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെയാണ് ആർട്ടിക്കിൾ 319 പറയുന്നത്. 320 നമ്മൾ നേരത്തെ പറഞ്ഞു PSCയുടെ ചുമതലകളെ കുറിച്ചാണ് 320 പറയുന്നത്. ദെൻ 321 പറയുന്നത് എന്താ? ആർട്ടിക്കിൾ 321 ഈ ചുമതലകൾ ഉണ്ടല്ലോ, ഈ ചുമതലകളെ വ്യാപിപ്പിക്കുന്നതിനുള്ള അധികാരമാണ് പറയുന്നത്. ഓക്കെ, ഈ ചുമതലകളെ വ്യാപിപ്പിക്കുന്നതിനുള്ള അധികാരത്തെ കുറിച്ച് പറയുന്നു. ദെൻ ആർട്ടിക്കിൾ 322 പറയുന്നത് PSCയുടെ ചെലവുകളെ കുറിച്ചാണ് കേട്ടോ. അതായത് ഇവർക്ക് എന്താണ് സാലറി കൊടുക്കേണ്ടി വരും അല്ലെ, സാലറി ഭത്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കത്തില്ലേ ഉദ്യോഗസ്ഥന്മാർക്ക്. അപ്പൊ അങ്ങനെ വരുന്ന PSCയുടെ ചെലവുകളെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 322. ദെൻ 323 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ PSC റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു UPSC അവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ സംസ്ഥാന PSC പഠിക്കും. അപ്പോൾ അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കായിരിക്കും.
ആയിരിക്കും. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 323. ഓക്കെ, അപ്പോൾ 315 UPSC കുറിച്ചും PSC കുറിച്ചും പറയുന്നു. 316 അംഗങ്ങളുടെ നിയമനവും കാലാവധിയെക്കുറിച്ച് പറയുന്നു. 17 അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും സസ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചും പറയുന്നു. 18 അംഗങ്ങളുടെ സേവന വ്യവസ്ഥകളെക്കുറിച്ചും 19 എന്താണ് ഇവരുടെ കാലാവധിക്ക് ശേഷം മറ്റുദ്യോഗങ്ങൾ വഹിക്കുന്നതിനെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 319. 320 PSCയുടെ ചുമതലകളെക്കുറിച്ചും 321 ചുമതലകൾ വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചും 322 ചെലവുകളെക്കുറിച്ചും 323 റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ UPSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് എല്ലാം പറഞ്ഞു. ഇനി എപ്പോഴാണ് UPSC രൂപീകൃതമാവുന്നത്? UPSC രൂപീകൃതമാവുന്നത് 1926 ഒക്ടോബർ 1-നാണ്. 1926 ഒക്ടോബർ 1-നാണ് UPSC രൂപീകൃതമാവുന്നത്. ഈ രൂപീകൃതമാവുന്നത് ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഏതാണ് കമ്മിറ്റി? 1924 ലോർഡ് ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഈ പറയുന്ന UPSC രൂപം കൊള്ളുന്നത്. 1924 ലോർഡ് ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1926 ഒക്ടോബർ 1-നാണ് UPSC രൂപീകൃതമാവുന്നത്. UPSCയുടെ ആസ്ഥാനം എവിടെയാ? UPSCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ധോൽപൂർ ഹൗസ് ആണ്. ധോൽപൂർ ഹൗസ് എവിടെയാ? ന്യൂഡൽഹി. ധോൽപൂർ ഹൗസ് ന്യൂഡൽഹി ആണ് UPSCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. UPSCയുടെ ആദ്യത്തെ ചെയർമാനാണ് റോസ് ബാർക്കർ. സർ റോസ് ബാർക്കർ ആണ് UPSCയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. UPSCയുടെ ചെയർമാനായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? UPSCയുടെ ചെയർമാനായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ HK കൃപലാനിയാണ് UPSCയുടെ ചെയർമാനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇനി UPSC അംഗമായ ആദ്യ മലയാളി. UPSCയിലെ അംഗമായ ആദ്യത്തെ മലയാളിയാണ് KG അടിയോടിയാണ് UPSCയിൽ അംഗമായ ആദ്യത്തെ മലയാളി. ഇനി UPSCയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആര്? UPSCയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് റോസ് മില്യൺ ബാത്യു ആണ് ആദ്യത്തെ UPSCയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ. റോസ് മില്യൺ ബാത്യു എന്നാണ് പറയുന്നത്. ഇനി UPSCയുടെ നിലവിലെ ചെയർമാൻ ആര്? നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? മനോജ് സോണിയാണ് UPSCയുടെ നിലവിലെ ചെയർമാൻ. അപ്പോൾ UPSCയുടെ ആദ്യത്തെ ചെയർമാൻ റോസ് ബാർക്കർ, ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ചെയർമാൻ HK കൃപലാനി, UPSC അംഗമായ ആദ്യത്തെ മലയാളി KG അടിയോടി, UPSCയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ആദ്യത്തെ വനിത എന്ന് പറയുന്നത് റോസ് മില്യൺ ബാത്യു. ദെൻ നിലവിലെ UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണിയാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. അതായത് ഇപ്പോൾ UPSCയുടെ പ്രവർത്തന മേഖലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. UPSCയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. അപ്പം അങ്ങനെയുള്ള നിയമങ്ങൾ പാർലമെന്റിന് മുമ്പിൽ 14 ദിവസത്തേക്കെങ്കിലും വെക്കണം. ഇപ്പം എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ആ നിർദ്ദേശങ്ങളെല്ലാം കൂടെ ഒരു 14 ദിവസത്തേക്ക് പാർലമെന്റിൽ വെക്കാം. എന്നിട്ട് പാർലമെന്റ് എന്ത് ചെയ്യും? അത് ഭേദഗതി ചെയ്യുകയോ അല്ലെങ്കിൽ അത് റദ്ദാക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ ചോദിക്കാം, UPSCയിലെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് എത്ര ദിവസത്തിനാണ് പാർലമെന്റിൽ വെക്കേണ്ടത്? 14 ദിവസത്തേക്കാണ് പാർലമെന്റിൽ വെക്കേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ UPSCയുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സ്റ്റേറ്റ് PSCയെ കുറിച്ച് പഠിക്കാം. അപ്പോൾ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്, സ്റ്റേറ്റ് PSC ആണ് നമ്മൾ പഠിക്കുന്നത്.
അപ്പോൾ സ്റ്റേറ്റ് പി എസ് സി നമ്മൾ പറഞ്ഞു, പി എസ് സിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം നമ്മൾ പറഞ്ഞു എത്രയാണ്, ഭാഗം 14 അതുപോലെ തന്നെ യു പി എസ് സി പി എസ് സി എന്ന് പറയുന്നവ വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 315 എന്ന് പറഞ്ഞു. ഇവരുടെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 320 നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ അതിൽ 323 പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് പി എസ് സിയുടെ കാര്യം. സ്റ്റേറ്റ് പി എസ് സിയുടെ കാര്യം 323 323 എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് ഓർത്തിരിക്കുക, 14 ഭാഗം, 315 പി എസ് സി വേണമെന്ന് പറയുന്നത്, ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 320 എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ കുറിച്ചും എവിടെ പരാമർശിക്കുന്നില്ല, കൃത്യമായിട്ട് ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല. പക്ഷെ നിലവിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ 21 അംഗങ്ങളാണ് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പോൾ 21 അംഗങ്ങളിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, പ്ലസ് സെക്രട്ടറി ഉണ്ടായിരിക്കും, പിന്നെ ബാക്കിയുള്ള അംഗങ്ങളും ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും കൂടെ ചേരുന്നതാണ് ഈ 21 അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പി എസ് സിയുടെ അംഗങ്ങൾ, സംസ്ഥാന പി എസ് സിയുടെ അംഗങ്ങളെ ഭരണഘടനയിൽ കൃത്യമായി പരാമർശിച്ചിട്ടില്ല. നിലവിലുള്ള അംഗങ്ങളാണ് 21. അതിൽ ചെയർപേഴ്സണും സെക്രട്ടറിയും ബാക്കിയുള്ള അംഗങ്ങളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് 21 അംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ അംഗങ്ങളെ നിശ്ചയിക്കുന്നത്, അവിടെ എണ്ണം നിശ്ചയിച്ചത് ആരായിരുന്നു? രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇവിടെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ഗവർണറാണ് അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത്. അപ്പോൾ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് ഗവർണറാണെന്ന് പറഞ്ഞു. ഇനി ഇവരെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ്. അതുപോലെ തന്നെ രാജി സമർപ്പിക്കുന്നതും ആർക്കാണ്? ഗവർണർക്ക് തന്നെയാണ്. രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക്, നിയമിക്കുന്നത് ഗവർണർ, അംഗങ്ങളെ തീരുമാനിക്കുന്നത് ഗവർണർ. ഓക്കെ, എന്നാൽ ഈ പറയുന്ന എന്താണ് പി എസ് സിയിലുള്ള അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് ആണ്. അവിടെ എല്ലാ കാര്യങ്ങളും പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ എണ്ണം തീരുമാനിക്കുന്നത് ഗവർണർ, അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ, രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക്. പക്ഷെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? പ്രസിഡന്റ് ആണ് എന്നുള്ളത് കേട്ടോ. ഇനി ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് ഗവർണർ, നിയമിക്കുന്നത് ഗവർണർ, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്ക്, രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക്, നീക്കം ചെയ്യുന്നത് മാത്രം ആരാണ്? പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ സംസ്ഥാന പി എസ് സിയിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് സംസ്ഥാന പി എസ് സിയിലുള്ള അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി ആദ്യം 6 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് എന്നായിരുന്നു. അപ്പോൾ 60 വയസ്സിൽ നിന്നും 62 വയസ്സാക്കി ഉയർത്തിയത് ഒരു ഭേദഗതിയിലൂടെയാണ്. ഏത് ഭേദഗതിയിലൂടെയാ? 1976 41 ഭേദഗതി. 1976 41 ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന പി എസ് സിയിലുള്ള അംഗങ്ങളുടെ കാലാവധി 60 നിന്നും 62 വയസ്സാക്കിയിട്ട് ഉയർത്തിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ സംസ്ഥാന പി എസ് സിയിലുള്ള അംഗങ്ങളിൽ 50% പേരെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ 10 വർഷമെങ്കിലും ജോലി ചെയ്തവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന പി എസ് സിയിലുള്ള അംഗങ്ങൾ 50% പേരെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ 10 വർഷക്കാലം ജോലി ചെയ്തവരായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതേ യോഗ്യത ആർക്കും പറയുന്നുണ്ട്? യു പി എസ് സി അംഗങ്ങൾക്കും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ യു പി എസ് സിയിലും പി എസ് സിയിലും ഒരേ കാര്യമാണ് പറയുന്നത്. അംഗങ്ങളാവുന്നവരിൽ 50% പേരും 10 വർഷക്കാലം സംസ്ഥാന സർക്കാരുകളിൽ ജോലി ചെയ്തവരായിരിക്കണം എന്ന് നിർബന്ധമാണ്. അവരുടെ യോഗ്യതയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. യു പി എസ് സിയുടെയും പി എസ് സിയുടെയും അംഗങ്ങളെ ഒരുപോലെയാണ് പറയുന്നത്. 50% പേര് 10 വർഷക്കാലം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ജോലി ചെയ്തവരായിരിക്കണം. ഇനി നമ്മൾ അവിടെ പറഞ്ഞു എന്താ, യു പി എസ് സിയുടെ അംഗങ്ങളുടെ ശമ്പളം കൊടുക്കുന്ന കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ്. എന്നാൽ ഇവിടെ സംസ്ഥാന പി എസ് സിയുടെ കാര്യത്തിൽ ഇവർക്ക് ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നുമാണ്. അവിടെ എന്താണ്, യു പി എസ് സി ആയതുകൊണ്ട്, കേന്ദ്രം ആയതുകൊണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ശമ്പളം കൊടുത്തു. ഇവിടെ ആയപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നുമാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ശമ്പളം നൽകുന്നത്.
ഇനി എപ്പോഴും നമ്മൾ യൂഷ്വലി ചോദിക്കുന്നത് പുനർനിയമനത്തിന് സാധ്യമാണോ എന്നുള്ളതാണ് അല്ലേ. അപ്പൊ സംസ്ഥാന PSC ചെയർമാനോ അംഗങ്ങൾക്കോ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. സംസ്ഥാന PSC ചെയർമാനോ അംഗങ്ങൾക്കോ, സംസ്ഥാന PSC ചെയർമാനാണെങ്കിലും അംഗങ്ങളാണെങ്കിലും, ചെയർമാനാണെങ്കിലും അംഗങ്ങളാണെങ്കിലും ഇവർക്ക് കാലാവധിക്ക് ശേഷം ഇവർക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ UPSCയുടെ ചെയർമാനാവാം. ഓക്കെ, UPSCയുടെ ചെയർമാനാവാം, അല്ലെങ്കിൽ UPSCയുടെ ചെയർമാനോ അല്ലെങ്കിൽ അംഗമാവാനുള്ള യോഗ്യതയുണ്ട്. ഓക്കെ, സംസ്ഥാന PSCയിലെ ചെയർമാനോ അംഗങ്ങളോ കാലാവധിക്ക് ശേഷം അവർക്ക് UPSCയുടെ ചെയർമാനോ അംഗമോ ആവുന്നതിൽ തടസ്സമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാനോ അംഗമാവുന്നതിൽ തടസ്സമില്ല. UPSC ചെയർമാനോ അംഗമാവാം, മറ്റ് സംസ്ഥാനങ്ങളിലെ ചെയർമാനോ അംഗമാവാം. എന്നാൽ മൂന്നാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക, ഇവർക്ക് ഒരേ സ്ഥാനത്ത് വീണ്ടും പുനർനിയമനം എന്ന് പറയുന്നത് സാധ്യമല്ല. അതായത് സാധ്യമല്ല എന്നുള്ളതാണ് കേട്ടോ, സാധ്യമല്ല, പുനർനിയമനം സാധ്യമല്ല. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് PSC, സംസ്ഥാന PSCയിലെ ചെയർമാനും അംഗവും കാലാവധിക്ക് ശേഷം, ഇപ്പൊ ചെയർമാൻ ആണെങ്കിൽ അതേ സ്ഥാനത്ത് തുടരുക, അല്ലെങ്കിൽ അംഗമാണെങ്കിൽ വീണ്ടും അതേ സ്ഥാനത്ത് തുടരുക, അങ്ങനെ പറ്റത്തില്ല. പുനർനിയമനം ഇവർക്ക് സാധ്യമല്ല. പക്ഷെ സ്റ്റേറ്റ് PSCയിലെ ചെയർമാനും അംഗങ്ങൾക്കും എന്താവാം? UPSC ചെയർമാനോ അംഗമോ ആയിട്ട് മാറാം, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തെ ചെയർമാനോ അംഗമോ ആയിട്ട് മാറാനുള്ള അനുവാദമുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സംസ്ഥാന PSCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഈ സംസ്ഥാന PSC, UPSC ഒക്കെ വരുന്നതിന് മുൻപ്, നമുക്ക് സംസ്ഥാന PSC വരുന്നതിന്, കേരള PSC വരുന്നതിന് മുൻപ് നമുക്ക് തിരുവിതാംകൂർ PSC ഉണ്ടായിരുന്നു അല്ലേ, തിരുവിതാംകൂർ PSC. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ കേരള PSC വരുന്നതിന് മുൻപ് എങ്ങനെയാണ് നമ്മുടെ കേരള PSCയിലോട്ട് വന്നത്, ആ ഒരു നാൾ വഴികൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സോ ആദ്യം നമുക്ക് തിരുവിതാംകൂർ PSCയുടെ കാര്യം. ഓക്കെ, തിരുവിതാംകൂർ PSC എപ്പോഴാണ് വരുന്നത്? 1936 ജൂൺ 14 ഫോം ചെയ്യുന്നത്. തിരുവിതാംകൂർ PSC ഫോം ചെയ്യുന്നത് 1936 ജൂൺ 14 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് കേട്ടോ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ PSC വരുന്നത്. 1936 ജൂൺ 14. ഈ തിരുവിതാംകൂർ PSCയുടെ ആദ്യത്തെ കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് കമ്മീഷണർ, ആദ്യത്തെ കമ്മീഷണർ എന്ന് പറയുന്നത് GD നോക്സ് ആണ്. GD നോക്സ് ആണ് തിരുവിതാംകൂർ PSCയുടെ ആദ്യത്തെ കമ്മീഷണർ. ഓക്കെ, ഈ പറയുന്ന തിരുവിതാംകൂർ PSCയുടെ പ്രവർത്തനം എവിടം മുതൽ എവിടം വരെയായിരുന്നു? 1936 മുതൽ 1949 വരെയാണ് തിരുവിതാംകൂർ PSCയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് വരുന്നുണ്ട്? കൊച്ചിൻ PSC വരുന്നുണ്ട് കേട്ടോ. കൊച്ചി രാജ്യത്ത് പൊതുനിയമനം നടത്തുവാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടതാണ് കൊച്ചിൻ PSC. കൊച്ചിൻ PSC രൂപം കൊണ്ട വർഷം 1947. അതൊരു 3 അംഗ കമ്മിറ്റി ആയിരുന്നു. 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കൊച്ചിൻ PSC 1947. അതിനുശേഷം 1949 ജൂലൈ 1 എന്ത് സംഭവിച്ചു? 1949 ജൂലൈ 1 തിരുകൊച്ചി സംയോജനം രൂപീകരിച്ചു അല്ലെ. തിരുകൊച്ചി സംയോജനം നടന്നു. തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർന്ന് തിരുകൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1. അപ്പോൾ തിരുകൊച്ചി സംയോജനം നടന്ന സമയത്ത് തിരുകൊച്ചി PSC എന്നും പറഞ്ഞു വന്നു. 1949 ജൂലൈ 1 എന്ത് സംഭവിച്ചു? തിരുകൊച്ചി PSC വന്നു കേട്ടോ. തിരുകൊച്ചി PSC രൂപം കൊള്ളുന്നത് 1949 ജൂലൈ 1 തിരുകൊച്ചി PSC വന്നത്. അതിലും 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. തിരുകൊച്ചി PSCയിലും 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കണം, ചോദിക്കാറുണ്ട്. ചെയർമാൻ ആരായിരുന്നു? CV കുഞ്ഞിരാമനായിരുന്നു തിരുകൊച്ചി PSCയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. CV കുഞ്ഞിരാമൻ. ഓക്കെ, ഇത് കഴിഞ്ഞ് തിരുകൊച്ചി PSC എല്ലാം രൂപീകരിച്ചതിന് ശേഷം അവസാനമാണ് എന്ത് വരുന്നത്? കേരള PSC വരുന്നത്. നമ്മുടെ കേരള PSC വരുന്നത്. അപ്പോൾ കേരള PSC വരുന്നത് എപ്പോഴാണ്? 1956 നവംബർ 1. 1956 നവംബർ 1 കേരള PSC രൂപം കൊണ്ടു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? VK വേലായുധൻ.
VK വേലായുധനായിരുന്നു കേരള PSCയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. നിലവിലെ കേരള PSCയുടെ ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാ? ഡോക്ടർ MR ബൈജു ആണ് നിലവിലെ കേരള PSCയുടെ ചെയർമാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. തിരുവിതാംകൂർ PSC വന്നത് 1936 ജൂൺ 14 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിൽ. ആദ്യത്തെ അതിന്റെ കമ്മീഷണർ GD നോക്സ് ആയിരുന്നു. 36 മുതൽ 1949 വരെയായിരുന്നു പ്രവർത്തനം. ദെൻ കൊച്ചിൻ PSC രൂപം കൊണ്ടത് 1947 അത് കഴിഞ്ഞ് തിരുകൊച്ചി സംയോജനം നടന്നു. അങ്ങനെ തിരുകൊച്ചി PSC 1949 ജൂലൈ 1 രൂപീകരിച്ചു. 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ചെയർമാൻ CV കുഞ്ഞിരാമൻ ആയിരുന്നു. ദെൻ കേരള PSC 1956 നവംബർ 1 രൂപീകരിച്ചു. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് VK വേലായുധനായിരുന്നു. നിലവിലെ കേരള PSCയുടെ ചെയർമാൻ ആരാ? ഡോക്ടർ MR ബൈജു എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി കേരള PSCയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ചോദിക്കാം. സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാജു ജോർജ് ആണ് കേട്ടോ. സാജു ജോർജ് ആണ് കേരള PSCയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ആരാണ്? സാജു ജോർജ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ പറഞ്ഞ കേരള PSCയുടെ ഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അതുകൂടാതെ നമുക്ക് JSPSCയെ കുറിച്ചും കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. JSPSC എന്താണ്? JSPSC എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ജോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായിട്ട് നിയമനം നടത്തുവാനുള്ളതാണ് ഈ ജോയിന്റ് PSC എന്ന് പറയുന്നത്. 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായി നിയമനം നടത്തുന്നതിനുള്ള സ്ഥാപനമാണ് ജോയിന്റ് PSC. അപ്പോൾ ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് JSPSC എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കുക. JSPSC എന്നാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നിയമ സംവിധാനം വഴിയാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത്. ഈ JSPSCയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണ്. നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാലും പ്രസിഡന്റ് ആണ്. ദെൻ ഇവർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിന് തന്നെയാണ്. ഈ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് ആരാ? പ്രസിഡന്റ് ആണ്. ഇവരുടെ സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും പ്രസിഡന്റ് ആണ്. എന്നാൽ ഇവര് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ അത് ഗവർണർക്കാണ്. കാരണം നമ്മൾ പറഞ്ഞു 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുവായി നിയമനം നടത്തുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ സംസ്ഥാനങ്ങൾക്കാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ അതാത് സംസ്ഥാനങ്ങളുടെ ഗവർണർക്കായിരിക്കും ഇവർ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുക. ഓക്കെ, അപ്പോൾ JSPSCയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്, രാജി സമർപ്പിക്കുന്നത് പ്രസിഡന്റിന്, എണ്ണം തീരുമാനിക്കുന്ന പ്രസിഡന്റ്, സേവന വ്യവസ്ഥ തീരുമാനിക്കുന്നത് പ്രസിഡന്റ്. പക്ഷെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതത് സംസ്ഥാനങ്ങളുടെ ഗവർണർക്കായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ JSPSC എന്ന് പറയുമ്പോൾ 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനമാണെന്നല്ലേ പറഞ്ഞത്, പൊതുവായിട്ടുള്ള നിയമനം. അപ്പോൾ ഈ JSPSCക്ക് എക്സാമ്പിളാണ് പഞ്ചാബ്, ഹരിയാന എന്നിവയ്ക്ക് വേണ്ടിയിട്ട്, പഞ്ചാബിനും ഹരിയാനയ്ക്കും കൂടെ വേണ്ടിയിട്ട് ഒരു JSPSC ഉണ്ടായിരുന്നു. പാസ്റ്റാണ്, ഇപ്പം നിലവിലില്ല കേട്ടോ. പഞ്ചാബിനും ഹരിയാനയ്ക്കും വേണ്ടിയിട്ട് ജോയിന്റ് PSC ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ ജോയിന്റ് PSCയിൽ ഇവിടെയുള്ള അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. നമ്മുടെ സ്റ്റേറ്റ് PSCയുടെ അതേ കാലാവധിയാണ് വരുന്നത്. എത്രയാണ് കാലാവധി? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് JSPSCയിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സംസ്ഥാന സേവനങ്ങളുടെയും തസ്തികകളുടെയും കാര്യത്തിൽ ഗവർണർക്ക് നിയന്ത്രണങ്ങൾ വരുത്താമെന്ന് ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഈ JSPSCയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സംസ്ഥാന സേവനങ്ങളുടെയും തസ്തികകളുടെയും കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളെല്ലാം ഗവർണർക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവർണർ വരുത്തിയിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും നമ്മൾ പറഞ്ഞു എന്താണ്? സ്റ്റേറ്റ് PSCയുടെ കാര്യം പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ UPSCയുടെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള നിർദ്ദേശങ്ങൾ ആർക്ക് കൊടുക്കാം? രാഷ്ട്രപതിക്ക് കൊടുക്കാം. പക്ഷെ 14 ദിവസത്തേക്ക് പാർലമെന്റിൽ അത് നിർദ്ദേശങ്ങൾ വയ്ക്കണം. എന്നിട്ട് അത് ഭേദഗതി വരുത്തുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ ചെയ്യുന്നത് പാർലമെന്റ് ആണെന്ന്. അതേപോലെ തന്നെ ഗവർണർക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന സംസ്ഥാന PSCയുടെ കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ, JSPSCയുടെ കാര്യത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം ഗവർണർക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അവർ സംസ്ഥാന നിയമസഭയിൽ കുറഞ്ഞത് 14 ദിവസത്തേക്ക് ഇത് വയ്ക്കണം. ഓക്കെ, 14 ദിവസത്തേക്ക് വെച്ചിട്ട് സംസ്ഥാന നിയമസഭയ്ക്ക് എന്ത് ചെയ്യാം?
ചെയ്യാം? അവ ഭേദഗതി വരുത്തുകയോ റദ്ദാക്കുകയോ ഒക്കെ ചെയ്യാനുള്ള അവകാശം കൂടി ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ സംസ്ഥാന PSCയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ആർക്കാണ് ചെയ്യാൻ പറ്റുക? ഗവർണർക്ക് നിർദ്ദേശങ്ങൾ വയ്ക്കാം. 14 ദിവസത്തേക്ക് നിയമസഭയിൽ വയ്ക്കണം. എന്നിട്ട് നിയമസഭയാണ് അത് റദ്ദാക്കണോ അല്ലെങ്കിൽ ഭേദഗതി വരുത്തണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് UPSC അതുപോലെ തന്നെ PSCയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൻ്റെ PDF നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് തരും, ടെലഗ്രാമിൽ ഇട്ട് തരും. അപ്പോൾ നിങ്ങൾ അതും കൂടെ വായിച്ചിട്ട് നോട്ട് റെഡിയാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ PSC ആൻഡ് UPSC. അപ്പോൾ ഇനി നമുക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. 1-2 ടോപ്പിക്കും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അത് ഫിനിഷ് ആകും. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.